Good evening, America. Good morning, India. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ ഉയർന്നുവരുന്ന ഇന്ധനവില ശുഭസൂചന എന്ന വിദഗ്ധർ. അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ എണ്ണം 32 ലക്ഷത്തിലെത്തി. അഫ്ഗാൻ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ സൈനികനെതിരെ 17 ചാർജുകൾ. വിറ്റ്നി ഹൂസ്റ്റന്റെ മരണകാരണം അമിത മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതം. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ ഉയർന്നുവരുന്ന ഇന്ധനവില ശുഭസൂചന എന്ന സാമ്പത്തിക വിദഗ്ധർ. രാജ്യത്തെ സാമ്പത്തിക നില മെച്ചപ്പെട്ടതാണ് വിലക്കയറ്റത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ട്. ഇന്ധനവില ഉയരുന്നത് ശുഭലക്ഷണമെന്ന് സാമ്പത്തിക വിദഗ്ധർ. സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നുള്ള കരകയറ്റം തുടങ്ങിയതോടെ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് കൂടിയതാണ് ഇതിന് കാരണം. ഗ്യാസ് വില കുതിച്ചുയരുന്നതിനെ ചൊല്ലി ഒരു വശത്ത് അമേരിക്കക്കാർ പ്രതിഷേധിക്കുമ്പോൾ മറുവശത്ത് ഒബാമ പക്ഷക്കാരുടെ നെഞ്ചെടുപ്പും കൂടുകയാണ്. പക്ഷേ ഒബാമയ്ക്കും നാട്ടുകാർക്കും ദോഷമായ ഇന്ധനവില വർധന നാടിന് നല്ലത് തന്നെ എന്നാണ് മാർക്കറ്റ് വിദഗ്ധരുടെ വിലയിരുത്തൽ. റിഫൈനറി പ്രശ്നങ്ങളും ഇറാനും മാത്രമല്ല അടുത്തിടെയുണ്ടായ വില വർധനയ്ക്ക് പിന്നിൽ എന്നാണ് വിദഗ്ധർ വെളിപ്പെടുത്തുന്നത്. അമേരിക്കയിലും ആഗോള രംഗത്തും സാമ്പത്തിക നില മെച്ചപ്പെട്ടു തുടങ്ങിയതോടെ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. വ്യാവസായിക രംഗത്തുണ്ടായ കുതിപ്പിന്റെ ഫലമാണ് പമ്പുകളിലെ വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം. യുഎസിലാകട്ടെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഫെബ്രുവരിയിലെ റീറ്റെയിൽ കച്ചവടം പൊടിപൊടിച്ചെന്ന വാർത്തയും വന്നത്. വരാൻ പോകുന്നത് നല്ല കാലമാണെന്ന സൂചന കിട്ടിയതോടെ ക്രൂഡ് ഓയിലിന്റെ വിലയും കുതിക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിലരി ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന റിപ്പോർട്ട്. ന്യൂയോർക്കിൽ നിന്നുള്ള സെനറ്റ് അംഗം ക്രിസ്റ്റ്യൻ ഗിലിബാൻസ് ആണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഹിലരി ആദ്യ 10 തുടർന്നു തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. 2008 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിക്കായുള്ള മത്സരത്തിൽ ഒബാമയ്ക്കെതിരെ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. എന്നാലും ഹിലരിയുടെ പ്രാധാന്യം കുറഞ്ഞില്ല. ഒബാമയുടെ ഭരണത്തിലെ സുപ്രധാന വിദേശകാര്യ സെക്രട്ടറിയായി കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം ഹിലരിയെ ഏറെ ശ്രദ്ധേയയാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒബാമ വീണ്ടും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയാകുന്നു. എന്നാൽ ഈ അവസരം കൂടിയേ ഒബാമയ്ക്കുള്ളൂ. 2016 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹിലരി തന്നെയാകും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി എന്ന സൂചനകൾ വളരെ മുൻപ് തന്നെ വന്നു തുടങ്ങി. ന്യൂയോർക്കിൽ നിന്നുള്ള സെനറ്റ് അംഗം ക്രിസ്റ്റ്യൻ ഗിലിബാൻഡാണ് പ്രമുഖ ഇന്റർനെറ്റ് വെബ്സൈറ്റിനുള്ള അഭിമുഖത്തിൽ ഈ സൂചന നൽകിയത്. സെനറ്റിൽ ന്യൂയോർക്കിന്റെ പ്രതിനിധിയായിരുന്ന ഹിലരി സ്റ്റേറ്റ് സെക്രട്ടറി ആയപ്പോൾ പകരമെത്തിയത് ഗിലിബാൻഡാണ്. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഒബാമ ജയിച്ചാൽ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനം വീണ്ടും ഹിലരി ഏറ്റെടുക്കില്ലെന്നും ഗിലിബാൻഡ് വ്യക്തമാക്കി. പകരം അവർ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കും. എന്നാൽ ഗിലിബാൻഡിന്റെ ഈ വാദങ്ങൾക്കെതിരെയുള്ള വാദങ്ങളും ശക്തമാണ്. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ 2016 ഹിലരി 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. പ്രശസ്ത അഭിഭാഷകനും ഡെമോക്രാറ്റ് രാഷ്ട്രീയത്തിലെ പ്രമുഖനും മുൻ ന്യൂയോർക്ക് മേയറുമായ എഡ് കോച്ചിനാണ് ഇതിനുള്ള സാധ്യത. എന്നാൽ വൈസ് പ്രസിഡന്റ് ആകാനുള്ള സാധ്യത ഇവർ തള്ളിക്കളയുന്നില്ല. ഇത്തവണത്തെ ഒബാമ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞാൽ ഹിലരി രാഷ്ട്രീയം തന്നെ വിടാനുള്ള സാധ്യതയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ബിൽ ക്ലിന്റന്റെ നിഴലിൽ നിന്നും മാറി സ്വന്തമായ ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാൻ ഇതിനോടകം തന്നെ ഹിലരിക്കായെന്ന് നമുക്ക് ആശങ്കയ്ക്ക് വകയില്ലാതെ പറയാൻ കഴിയും. ഫ്ലോറിഡയിൽ യുവാവ് വെടിയേറ്റ സംഭവത്തിലെ അന്വേഷണം പൂർത്തിയാകാത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സാൽഫോർഡ് പോലീസ് ചീഫ് തൽസ്ഥാനമൊഴിയുന്നു. പോലീസ് അന്വേഷണത്തിനെതിരെ വൻ വിമർശനങ്ങളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം ഫ്ലോറിഡയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട 17കാരൻ ട്രൈവോൺ മാർട്ടിന്റെ കൊലപാതകയെ പിടികൂടാൻ വൈകുന്നതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സാൻഫോർഡ് പോലീസ് ചീഫ് ബില്ലി തൽസ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും കുറ്റവാളിയെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് നടക്കാത്തതിൽ പോലീസ് വകുപ്പിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിനങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ തന്റെ ഈ നടപടി താൽക്കാലികമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർട്ടിന്റെ കൊലപാതകയെ പിടികൂടുന്നതിനായി വലിയ പ്രതിഷേധ സമരങ്ങൾ പോലും നടക്കുകയുണ്ടായി. ജോർജ് സിമ്മർമാൻ എന്ന കൊലയാളിയെ പിടികൂടുക എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. പോലീസ് തലവന്റെ ഈ താൽക്കാലിക രാജി കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും കുറ്റവാളിയെ പിടികൂടി വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് തങ്ങളുടെ ആവശ്യമെന്നും മാർട്ടിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. പോലീസ് ചീഫിന്റെ നടപടിക്കെതിരെ രക്ഷിതാക്കൾക്ക് പുറമെ നിരവധി പ്രമുഖരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇദ്ദേഹം ചെയ്തതെന്നാണ് ഇവരുടെ വാദം. കുറ്റവാളിയെ പിടികൂടി ശിക്ഷിക്കുക മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ഇവർ അറിയിച്ചു. കൊലയാളി ജോർജ് സിമ്മർമാൻ മാർട്ടിന്റെ അയൽവാസി കൂടിയാണ്. ഫെബ്രുവരി 26 ക്രൂരമായ ഈ കൃത്യം നടന്നത്. വർണ്ണവെറിയുടെ സൂചനകൾ നൽകുന്ന ഒരു ഫോൺ സന്ദേശം ഇതിന് തെളിവായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 1.3 മില്യൺ ജനങ്ങൾ ഒപ്പിട്ട ഭീമഹർജിയും ഈ കൊലപാതകത്തിന്റെ അന്വേഷണത്തിനായി അധികൃതർക്ക് നൽകിയിരുന്നു. രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളും സിമ്മർമാനെ പിടികൂടുന്നതിനായുള്ള പോലീസിന്റെ ശ്രമങ്ങളിൽ പങ്കാളികളായിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളും വിഫലമായി.
വർണ്ണവരി കാരണമുള്ള ഈ കൊലപാതകത്തിനെതിരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചൂടേറിയ നിരവധി വാദപ്രതിവാദങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രമുഖരും പങ്കുചേർന്നിട്ടുണ്ട്. അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ എണ്ണം 32 ലക്ഷം തികഞ്ഞു. രാജ്യത്തെ ഏഷ്യക്കാരിൽ ചൈനയ്ക്കും ഫിലിപ്പൈൻസിനും പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. US-ലെ ഇന്ത്യൻ വംശജരുടെ എണ്ണം 32 ലക്ഷത്തിലെത്തി. രാജ്യത്തെ ഏഷ്യക്കാരിൽ ഇന്ത്യക്കാർക്ക് 3-ാം സ്ഥാനമാണ്. ചൈനക്കാരും ഫിലിപ്പൈൻസുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. US സെൻസസ് ബ്യൂറോ പുറത്തിറക്കിയ 2010-ലെ കണക്കിലാണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തു വന്നത്. ചൈനക്കാർ 38 ലക്ഷവും ഫിലിപ്പൈൻസുകാർ 34 ലക്ഷവുമാണ്. US ജനസംഖ്യ 2000-2010 ദശകത്തിൽ 28.14 നിന്ന് 30.87 കോടിയായി. 9.7% വർധനയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. US-കാരുടെ ജനസംഖ്യാ വർധനയേക്കാൾ 4 ഇരട്ടി വേഗത്തിലാണ് ഏഷ്യൻ വംശജരുടെ വർധന. US-ൽ ഭൂട്ടാൻകാരുടെ എണ്ണത്തിലുണ്ടായ വർധനയും ശ്രദ്ധേയം. 2000 ആണ്ടിൽ 200 ഭൂട്ടാൻകാർ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് 2010-ൽ അവരുടെ എണ്ണം 19,000 കവിഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ 16 ഗ്രാമീണരെ വെടിവെച്ചു കൊന്ന അമേരിക്കൻ സൈനികനെതിരെ 17 ചാർജുകൾ. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 16 പേരെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയായ അമേരിക്കൻ സൈനികൻ റോബർട്ട് ബെയിൽസിനെതിരെ 17 കുറ്റങ്ങൾ ചാർത്തിയതായി ഒരു ഉന്നത അമേരിക്കൻ വക്താവ് അറിയിച്ചു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള നിരവധി ചാർജുകളാണ് വെള്ളിയാഴ്ച സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. 38-കാരനായ ബെയിൽസ് കണ്ടഹാറിനടുത്ത് പഞ്ചവായ് പ്രവിശ്യയിലെ 2 വീടുകളിലേക്ക് കയറിയാണ് ഈ അരിങ്കൊല ചെയ്തത്. അഫ്ഗാൻ ഭരണകൂടം ബെയിൽസിനെതിരെയുള്ള നടപടികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഈ കേസിലെ എന്തെങ്കിലും രീതിയിലുള്ള പാളിച്ചകൾ ഒരുപക്ഷെ ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര ബന്ധത്തിൽ പോലും വിള്ളലുകൾ ഉണ്ടാക്കിയേക്കും. ബെയിൽസ് ഒറ്റയ്ക്ക് നടത്തിയ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ 6 പേർ ഇപ്പോഴും ചികിത്സയിലാണെന്ന് കാണ്ടഹാർ പ്രവിശ്യ ഭരണകൂട വക്താവ് ജാവേദ് ഫൈസർ അറിയിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് ബെയിൽസിനെ കൻസാസിലെ ഫോർട്ട് ലെവൻവർത്ത് ജയിലിലേക്ക് കൊണ്ടുവന്നത്. ബെയിൽസിനെതിരെയുള്ള കുറ്റപത്രത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹത്തിന്റെ വക്കീൽ ജോൺ ഹെൻറി ബ്രൗൺ തയ്യാറായില്ല. ഈ കേസ് ഏറെ സങ്കീർണമാണ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ കേസിന് ദൃക്സാക്ഷികളില്ലാത്തത് അനുകൂലമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അമേരിക്കൻ സൈന്യത്തെ പ്രതിക്കൂട്ടിലാക്കിയ പ്രശ്നമായിരുന്നു ഈ മനുഷ്യക്കുരുതി. ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് അഫ്ഗാനിലൊട്ടാകെ നടന്നത്. അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിച്ച് ഇവിടുത്തെ സൈന്യത്തിന്റെ പരിശീലനത്തിനായാണ് US നേതൃത്വത്തിലുള്ള നാറ്റോ സൈന്യം ഇപ്പോൾ അഫ്ഗാനിലുള്ളത്. ഈ പ്രശ്നത്തോടെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി. എന്നാൽ 2014 മാത്രമേ സഖ്യസൈന്യം പൂർണ്ണമായ സുരക്ഷ അഫ്ഗാൻ സൈന്യത്തെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ന്യൂജേഴ്സിയിലെ തൊഴിലില്ലായ്മ നിരക്ക് തുടർച്ചയായ 3-ാം മാസവും 9% നിൽക്കുന്നു. ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഫെബ്രുവരിയിൽ മാത്രം 9,700-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. തുടർച്ചയായ 3-ാം മാസവും ന്യൂജേഴ്സിയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്നു. 9% പേരാണ് ഇപ്പോൾ ഇവിടുത്തെ തൊഴിൽ രഹിതരെന്ന് സ്റ്റേറ്റ് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വകാര്യ മേഖലയിൽ ഫെബ്രുവരിയിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഫെബ്രുവരിയിൽ മാത്രം 9,700 പുതിയ തൊഴിലവസരങ്ങളാണ് ന്യൂജേഴ്സിയിൽ സൃഷ്ടിക്കപ്പെട്ടത്. കഴിഞ്ഞ 6 മാസങ്ങളായി ന്യൂജേഴ്സിയിൽ തൊഴിൽ രഹിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു കുതിപ്പ് തൊഴിൽ മേഖലയിൽ നിന്ന് കാണാനേ ഇല്ലാത്ത സ്ഥിതിയായിരുന്നു. അമേരിക്കയ്ക്ക് ആകെ വന്നിരിക്കുന്ന മാറ്റം ന്യൂജേഴ്സിയിലും പ്രകടമായതായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ. പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതും സാമ്പത്തിക നിലയിൽ വന്ന മാറ്റവുമൊക്കെ ഇതിന് കാരണമാക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമാണ് തൊഴിൽ മേഖലയും മാന്ദ്യത്തിന്റെ പിടിയിലായത്. ഒബാമ സർക്കാരിന്റെ ശരിയായ ദിശയിലുള്ള പ്രവർത്തനങ്ങളും സാമ്പത്തിക നയങ്ങളുമാണ് ഇതിൽ നിന്ന് കരകയറാൻ ഇപ്പോൾ സഹായകമായത്. പ്രശസ്ത അമേരിക്കൻ പോപ്പ് ഗായിക വിറ്റ്നി ഹൂസ്റ്റന്റെ മരണകാരണം കൊക്കൈന്റെ അമിത ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതമെന്ന റിപ്പോർട്ട്. വിറ്റ്നിയുടെ രക്തത്തിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മറ്റു മയക്കുമരുന്നുകളുടെയും അംശം കണ്ടെത്തി. പ്രശസ്ത അമേരിക്കൻ പോപ്പ് ഗായിക വിറ്റ്നി ഹൂസ്റ്റൺ വിടവാങ്ങിയിട്ട് 1 മാസം പിന്നിടുമ്പോഴും അവരുടെ അപ്രതീക്ഷിത മരണത്തെപ്പറ്റിയുള്ള ചർച്ചകൾക്ക് അവസാനമാകുന്നില്ല. ദീർഘനാൾ മയക്കുമരുന്നിനടിമയായ 48-കാരിയായ വിറ്റ്നിയെ ലോസ് ആഞ്ചൽസിലെ ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ അപ്രതീക്ഷിത മരണത്തെപ്പറ്റി ഏറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. വിറ്റ്നിയുടെ മരണത്തെപ്പറ്റി പുതിയ ചില സൂചനകൾ ഈ ആഴ്ച പുറത്തുവന്നു. വിറ്റ്നി അമിതമായ ഡോസിൽ കൊക്കൈൻ ഉപയോഗിക്കാറുണ്ടായിരുന്നതായും ഇതുമൂലം പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് വിറ്റ്നിയുടെ ജീവൻ എടുത്തതെന്നുമാണ് ലോസ് ആഞ്ചൽസ് കൗണ്ടി കൊറോണേഴ്സ് വക്താവ് ക്രൈഗ് ഹാർവേ പറഞ്ഞത്. Ms. Whitney Houston, the final cause of death has been established as drowning due to atherosclerotic heart disease and cocaine use.
ഫെബ്രുവരി 11 വിറ്റ്നിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതെങ്കിലും വിധത്തിലുള്ള അപകടത്തിന്റെ സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിരുന്നില്ല. ആ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. വിറ്റ്നിയുടെ രക്തസാമ്പിളുകളിൽ നിന്ന് കഞ്ചാവിന്റെയും മറ്റു ചില മയക്കുമരുന്നുകളുടെയും അംശം പരിശോധനയിൽ വ്യക്തമായി. എന്നാൽ ഇവയൊന്നും മരണകാരണമായി വന്നില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ റിപ്പോർട്ട് വളരെ വേദനയോടെയാണ് തങ്ങൾ കേട്ടതെന്ന് വിറ്റ്നിയുടെ ബന്ധു കൂടിയായ പട്രീഷ്യ ഹൂസ്റ്റൺ പറഞ്ഞു. 1980കളുടെ പകുതിയിൽ തുടങ്ങി മരണം വരെയും അമേരിക്കൻ പോപ്പ് രാജകുമാരിയായി വിഹരിച്ച വ്യക്തിത്വമായിരുന്നു വിറ്റ്നിയുടേത്. മരണത്തിന് മുമ്പും പലതവണ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് വിറ്റ്നി വിധേയയായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ കയറിയപ്പോഴും ലോകം മുഴുവൻ ആരാധകരെ നേടിയപ്പോഴും വ്യക്തിജീവിതത്തിൽ ഒരാശ്വാസത്തിന് കൂട്ടായി വന്ന മയക്കുമരുന്നുകൾ തന്നെയാണ് വിറ്റ്നിയുടെ അന്ത്യത്തിനും കാരണമാക്കിയത്. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ 11 അഗ്നിശമന സേനാംഗങ്ങൾക്ക് പൊള്ളലേറ്റു. അപ്പർ മാൻഹട്ടനിലാണ് സംഭവം നടന്നത്. അപ്പർ മാൻഹാട്ടനിലെ ഒരു കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 11 അഗ്നിശമന സേനാ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇൻവുഡിലെ 217ാമത് സ്ട്രീറ്റിലെ ഒരു ഇരുനില കെട്ടിടത്തിനാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3 മണിക്കുണ്ടായ തീ അണയ്ക്കുന്നതിനായി അഗ്നിശമന സേനയുടെ 36 യൂണിറ്റുകളും 155ഓളം ഫയർ ഫൈറ്റേഴ്സുമാണ് ഇവിടെ വന്നത്. 2 മണിക്കൂറിലധികം നീണ്ട കഠിന ശ്രമത്തിലൂടെയാണ് കെട്ടിടത്തിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. ഉഗ്ര ശബ്ദത്തോടെയാണ് തീപിടുത്തം ആരംഭിച്ചത്. മാൻഹോളിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. വീട്ടിലുണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല. തീ അണയ്ക്കുന്നതിനായുള്ള ശ്രമത്തിനിടെ തീ ആളിപ്പടർന്നതാണ് അഗ്നിശമന സേനാ പ്രവർത്തകർക്ക് പരിക്കേൽക്കാൻ കാരണമെന്ന് ഔദ്യോഗിക വക്താക്കൾ അറിയിച്ചു. പൊള്ളലേറ്റ 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ വൈദ്യസഹായം നിരസിച്ചു. കാലിഫോർണിയയിലെ 5 മോർഗേജ് കമ്പനികളുടെ സ്വത്ത് ഫെഡറൽ കോടതി മരവിപ്പിച്ചു. സാന്റ ആന ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവയാണ് ഈ കമ്പനികൾ. കാലിഫോർണിയയിലെ 5 മോർഗേജ് കമ്പനികളുടെ സ്വത്ത് ഫെഡറൽ കോടതി മരവിപ്പിച്ചു. ഫോർക്ലോഷർ ഭീഷണിയിലായ വീട്ടുടമകളെ പറ്റിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. സമീർ ലഖാനി കാലിഫോർണിയയിലെ സാന്റ ആന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 5 കമ്പനികളാണ് വിവാദത്തിലായത്. ഇവർക്കെതിരെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചതായി വാർത്തകളുണ്ട്. വായ്പ നൽകിയ കമ്പനികൾക്കെതിരെ കേസ് നടത്തി ഫോർക്ലോഷർ ഒഴിവാക്കാമെന്നും കുടിശ്ശിക കുറപ്പിക്കാമെന്നും പറഞ്ഞ് $10,000 വരെ നിയമ ഉപദേശത്തിനായി ഈ കമ്പനികൾ വാങ്ങിയെന്നാണ് പരാതി. ഇനി ഒരിടവേള. അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. നോർത്ത് അമേരിക്ക ബ്രദറൻ ഫാമിലി ഫെലോഷിപ്പ് സംഘടിപ്പിക്കുന്ന ഏകദിന സമ്മേളനം ഒക്ലഹോമ ബദനി കൗൺസിൽ റോഡിലുള്ള ബ്രദറൻ അസംബ്ലിയിൽ വെച്ച് ഏപ്രിൽ 14 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കും. ടെക്സാസിൽ നിന്നുള്ള ബ്രദർ അലക്സാണ്ടർ കുര്യനാണ് മുഖ്യ പ്രാസംഗികൻ. സാമുവൽ പുതുക്കോറിൽ, ബാബു ജേക്കബ്, ജോസഫ് വർഗീസ്, റോജി വർഗീസ് എന്നിവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റി സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പിറവം ഉപതെരഞ്ഞെടുപ്പ് ഫലം നേരിട്ട് അവലോകനം ചെയ്യുന്നതിനും UDFന്റെ തിളക്കമാർന്ന ജയം ആഘോഷിക്കുന്നതിനു വേണ്ടിയും ഷിക്കാഗോ UDF പ്രവർത്തകർ ഒത്തുചേർന്നു. പിറവത്തെ ജനങ്ങൾ UDF സർക്കാരിന്റെ പ്രവർത്തന മികവിനെ വലിയ തോതിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതിന് ഉദാഹരണമാണ് അനൂപ് ജേക്കബിന്റെ ഈ ചരിത്ര വിജയമെന്ന് ഷിക്കാഗോ UDF പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. പിറവം ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രാഷ്ട്രീയ ഭദ്രത ഉറപ്പിക്കുന്നുവെന്നും UDF ഒറ്റക്കെട്ടായി നടത്തിയ പ്രചരണമാണ് ഇത്തവണ വൻ വിജയത്തിലേക്ക് നയിച്ചതെന്നും ഷിക്കാഗോ UDF നേതൃത്വം അഭിപ്രായപ്പെട്ടു. LDFന്റെ കുപ്രചരണങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് ഈ വിജയമെന്ന് UDF ഷിക്കാഗോ വിലയിരുത്തി. UDF ഷിക്കാഗോ ചെയർമാൻ ഡോക്ടർ സാൽബി ചേന്നോത്ത്, കൺവീനർ ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ്, പ്രവാസി കേരള കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈസ്റ്റ് മിൽസ്റ്റോൺ സെന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ മാർച്ച് 25-ാം തീയതി നടക്കുന്നതാണെന്ന് വികാരി ഫാദർ തോമസ് കടുകപ്പള്ളി അറിയിച്ചു. ഇടവകയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ നാമധേയം സ്വീകരിച്ചിട്ടുള്ള 35ഓളം കുടുംബങ്ങൾ ഒന്നുചേർന്നാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് തിരുനാളിന്റെ കോർഡിനേറ്റർ ജോസഫ് ആന്റണി അറിയിച്ചു. രാവിലെ 9:30 നടക്കുന്ന വിശുദ്ധ ദിവ്യബലിക്ക് വികാരി ഫാദർ തോമസ് കടുകപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സമീപ ദേവാലയങ്ങളിൽ നിന്നുള്ള വൈദികരും വിശുദ്ധ ദിവ്യബലിയിൽ പങ്കെടുക്കും. ദിവ്യബലിക്ക് ശേഷം നേർച്ച സദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സുവിശേഷ യോഗം ഫിലാഡൽഫിയയിൽ നടക്കുന്നു.
മാർച്ച് 23-ന് സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ ആരംഭിക്കുന്ന കൺവെൻഷൻ ജ്ഞാനായ ഭദ്രാസനത്തിന്റെ അഭിവന്ദ്യ അയൂബ് മാർ സിൽവാനോസ് മെത്രോപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 24 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ നോമ്പുകാല യൂത്ത് ട്രീറ്റ് നടക്കും. സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി, സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സുവിശേഷ യോഗം നടക്കുക. ഇനി കേരള ഡെസ്ക്. CPI സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ CK ചന്ദ്രപ്പന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. രാവിലെ 7-ന് തിരുവനന്തപുരത്തെ CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയാണ് പ്രിയ നേതാവിന്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലെത്തിച്ചത്. വഴിനീളെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് CK ചന്ദ്രപ്പന്റെ ഭൗതിക ശരീരം പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ സംസ്കരിച്ചത്. ഇതിന് സാക്ഷിയാകാൻ വൻ ജനാവലിയാണ് രാത്രി വൈകിയും ഇവിടെ തടിച്ചുകൂടിയത്. CPIയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ വിലാപയാത്ര വൈകിട്ടോടെയാണ് ആലപ്പുഴയിലെത്തിയത്. ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കൊല്ലം, കരുനാഗപ്പള്ളി, KPSC കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, SL പുരം എന്നിവിടങ്ങളിൽ നിന്ന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയാണ് വിലാപയാത്ര മുന്നോട്ട് നീങ്ങിയത്. സംസ്കാര ചടങ്ങിൽ CPI ജനറൽ സെക്രട്ടറി AB ബർദൻ, കേന്ദ്ര നേതാക്കളായ D രാജ, ഗുരുദാസ് ദാസ് ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു. പൂർണ്ണ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത്. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് 6-ന് സംസ്കാരം നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ജനങ്ങളുടെ തിരക്ക് മൂലം അത് രാത്രി 11:30 ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. അർബുദബാധയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു CK ചന്ദ്രപ്പന്റെ അന്ത്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയിൽ ഉയർന്നുവരുന്ന ഇന്ധനവില ശുഭസൂചന എന്ന വിദഗ്ധർ. അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ എണ്ണം 32 ലക്ഷത്തിലെത്തി. അഫ്ഗാൻ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ സൈനികനെതിരെ 17 ചാർജുകൾ. വിറ്റ്നി ഹൂസ്റ്റന്റെ മരണകാരണം അമിത മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതം. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.